ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 3 പ്രസൻറ്റേഷനുകളിലൂടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ, ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സുകൾ, ഈ ഫോഴ്സുകൾ എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, കൂടാതെ മൂവിംഗ് കോയിൽ ടൈപ്പ്, മൂവിംഗ് അയൺ ടൈപ്പ് എന്നീ ഇൻസ്ട്രുമെൻറ്റുകളുടെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പാർട്ട് 4 പ്രസൻറ്റേഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രസൻറ്റേഷനിൽ ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഒന്ന് തന്നെയാണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും ഈ ഫോഴ്സ് കാരണം കണ്ടക്ടറിന് ചലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സഹായത്താലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഒരു മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ പെർമനൻ്റ് മാഗ്നറ്റ് ആയിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ആ കാര്യം? അതായത് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിലെ പെർമനൻ്റ് മാഗ്നറ്റിന് പകരമായി ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റായി മാറ്റിയെടുക്കാം. അതായത് മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിലെ പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ പൊസിഷനിൽ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ച പോലെ ഇൻസ്ട്രുമെൻറ്റിന് ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും ഉണ്ട്. ഫിക്സഡ് കോയിലിനെ 2 സെക്ഷൻസ് ആയി ഡിവൈഡ് ചെയ്തതായി നമുക്ക് ചിത്രത്തിൽ നിന്നും കാണാം. ഇത്തരത്തിൽ ഫിക്സഡ് കോയിലിനെ 2 സെക്ഷൻസ് ആക്കി മാറ്റിയിരിക്കുന്നത് മൂവിംഗ് കോയിൽ മെക്കാനിസത്തെ ഫിക്സഡ് കോയിലുകൾക്കിടയിൽ നിർത്താനും കൂടാതെ മധ്യഭാഗത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കുന്നതിനും വേണ്ടിയാണ്. ഇങ്ങനെ 2 സെക്ഷൻസ് ആക്കി മാറ്റിയ ഫിക്സഡ് കോയിൽ ആണ് മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് കോയിലിൻ്റെ സെക്ഷൻസ് വളരെ ക്ലോസ് ആയും പാരലൽ ആയുമാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ചിത്രത്തിൽ ഫിക്സഡ് കോയിലിൻ്റെ 2 സെക്ഷനുകളും FF എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ നിന്നും ഈ മാർക്കിംഗ് നോക്കി മനസ്സിലാക്കുക. ഇനി നോക്കൂ, മൂവിംഗ് കോയിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന്. മൂവിംഗ് കോയിൽ ഫിക്സഡ് കോയിലിൻ്റെ സെക്ഷനുകൾക്കിടയിലെ എയർ ഗ്യാപ്പിൽ സ്പിൻഡിലിൻ്റെ സഹായത്താൽ നിർത്തിയതായി നമുക്ക് ചിത്രത്തിൽ നിന്നും കാണാവുന്നതാണ്. സ്പിൻഡിൽ ഫ്രീ ആയി മൂവ് ചെയ്യുന്നതിനായി സ്പിൻഡിലിൻ്റെ മുകളിലും താഴെയും ജ്വൽഡ് ബെയറിങ്സ് ഉപയോഗിച്ചിരിക്കും. മൂവിംഗ് കോയിലിനെ ചിത്രത്തിൽ M എന്നും സ്പിൻഡിലിനെ S എന്നുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിൻ്റർ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ മൂവ് ചെയ്യത്തക്ക രീതിയിൽ സ്പിൻഡിലിൻ്റെ ഒരറ്റത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായും ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യമായ കൺട്രോളിംഗ് ടോർക്ക് ലഭിക്കുന്നതിനായി 2 ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിങ്ങുകൾ സ്പിൻഡിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫിഗർ 1ൻ്റെയും ഫിഗർ
സ്ക്രൂവിൻ്റെയും സഹായത്താൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതായത് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലുമാണ്. ഫിക്സഡ് കോയിലിനെ 2 സെക്ഷൻസ് ആക്കി മാറ്റിയിരിക്കുന്നു. ഈ 2 സെക്ഷനുകൾക്കിടയിലാണ് മൂവിംഗ് കോയിൽ സ്പിൻഡിലിൻ്റെയും ജ്വൽഡ് ബെയറിങ്ങിൻ്റെയും സഹായത്താൽ അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കൂടാതെ പോയിന്ററും ഗ്രാജുവേറ്റഡ് സ്കെയിലും കൺട്രോൾ സ്പ്രിങ്ങും ഇൻസ്ട്രുമെൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ഇൻസ്ട്രുമെൻ്റ് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് സപ്ലൈ ഓൺ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും ഇൻ്റർ കണക്ട് ചെയ്ത് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഫിക്സഡ് കോയിലിലൂടെയും മൂവിംഗ് കോയിലിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുകയും ഇതിൻ്റെ ഫലമായി ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്ക് അറിയാം. ഇത്തരത്തിൽ ഫിക്സഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും മൂവിംഗ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും ഇൻ്ററാക്ഷൻ മൂലം മൂവിംഗ് കോയിലിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മൂവിംഗ് കോയിലിൽ ടോർക്ക് ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? മൂവിംഗ് കോയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുകയും സ്പിൻഡിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോയിന്റർ ഗ്രാജുവേറ്റഡ് സ്കെയിലിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ വാല്യൂ ഫിക്സഡ് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും മൂവിംഗ് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനും ആനുപാതികമായിരിക്കും എന്നാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോയിലുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് AC ആണെങ്കിലും DC ആണെങ്കിലും മൂവിംഗ് കോയിലിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ്, അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് AC ക്വാണ്ടിറ്റി അളക്കാനും DC ക്വാണ്ടിറ്റി അളക്കാനും നമുക്ക് ഉപയോഗിക്കാം. സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഈസ് പ്രൊപ്പോർഷണൽ ടു IF ആൻഡ് IM. ഇവിടെ IF എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോയും IM എന്ന് പറയുന്നത് മൂവിംഗ് കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോയാണ്. ദാറ്റ് ഈസ് TD പ്രൊപ്പോർഷണൽ ടു IF ആൻഡ് IM. ഇതാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോർക്ക് ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നത്. TD പ്രൊപ്പോർഷണൽ ടു IF ആൻഡ് IM. ഇനി നമുക്ക് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങനെ ഒരു അമീറ്ററാക്കി ഉപയോഗിക്കാം എന്ന് നോക്കാം. അമീറ്ററാക്കി മാറ്റാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ച പോലെ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും സീരീസായി കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്താൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ അമീറ്ററാക്കി നമുക്ക് മാറ്റാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മില്ലി ആംബിയർ റേഞ്ചിലും മൈക്രോ ആംബിയർ റേഞ്ചിലും വരുന്ന കറണ്ട് അളക്കാനുള്ള അറേഞ്ച്മെൻ്റ് ആണ്. എന്നാൽ നമുക്ക് കൂടുതൽ മാഗ്നിറ്റ്യൂഡ് വരുന്ന കറണ്ട് അളക്കാനായാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഫിഗർ നമ്പർ 5-ൽ കാണിച്ച പോലെ മൂവിംഗ് കോയിലിന് പാരലായി ഒരു ഷണ്ട് റെസിസ്റ്റർ ഉപയോഗിക്കണം. ഇത്തരത്തിൽ ഷണ്ട് റെസിസ്റ്റർ ഉപയോഗിച്ചാലേ മൂവിംഗ് കോയിലിൻ്റെ റെസിസ്റ്റൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ അമീറ്ററായി ഉപയോഗിക്കുന്ന ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് DC സർക്യൂട്ടിലെയും AC സർക്യൂട്ടിലെയും കറണ്ട് അളക്കാനായി നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൈനാമോമീറ്റർ ടൈപ്പ്
അമീറ്ററിൻ്റെ സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കുമെന്നതാണ്. കാരണം ഇവിടെ നമ്മൾ മീറ്ററിൻ്റെ 2 കോയിലുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD പ്രൊപ്പോർഷണൽ ടു I² എന്നായിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ ലഭ്യമാവുക. ഈ ഇക്വേഷൻ പ്രകാരം ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ നോൺ യൂണിഫോം ആയിട്ടായിരിക്കും വരിക. അടുത്തതായി നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ വോൾട്ട് മീറ്റർ ആക്കി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ച പോലെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവിംഗ് കോയിലും ഫിക്സഡ് കോയിലും സീരീസായി കണക്ട് ചെയ്തതിന് ശേഷം ഈ കോമ്പിനേഷന് സീരീസായി ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്യുന്നു. ഈ ഹൈ വാല്യൂ റെസിസ്റ്ററിനെ മൾട്ടിപ്ലയർ എന്നാണ് പറയുക. ഇങ്ങനെയാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് വോൾട്ട് മീറ്ററായി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതായത് വോൾട്ട് മീറ്ററായിട്ടും അമീറ്ററായിട്ടും ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് ഉപയോഗിക്കാം. ഈ 2 കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മീറ്ററിൻ്റെ ഫിക്സഡ് കോയിലും മൂവിംഗ് കോയിലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നതാണ്. എന്നാൽ വോൾട്ട് മീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ കോമ്പിനേഷന് സീരീസ് ആയിട്ട് ഒരു ഹൈ വാല്യൂ റെസിസ്റ്റർ, അതായത് മൾട്ടിപ്ലയർ വീണ്ടും സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന വോൾട്ട് മീറ്ററും DC വോൾട്ടേജും AC വോൾട്ടേജും അളക്കാനായി നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ വോൾട്ട് മീറ്ററിൻ്റെ സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് പോയിന്റ്, ദിസ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ AC ആൻഡ് DC. അതായത് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് AC സർക്യൂട്ടിലും DC സർക്യൂട്ടിലും ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് പോയിന്റ്, ആസ് ദിസ് ഈസ് ആൻ എയർ കോർഡ് ഇൻസ്ട്രുമെൻറ്റ്, the hysteresis and eddy current losses are eliminated. ഇൻസ്ട്രുമെൻറ്റിൽ എയർ കോർ ഇലക്ട്രോമാഗ്നറ്റുകൾ ഉപയോഗിച്ചതിനാൽ ഹിസ്റ്ററിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. തേർഡ് പോയിന്റ്, ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബെറ്റർ എഫിഷ്യൻസി. ഈ ഇൻസ്ട്രുമെൻറ്റിന് ബെറ്റർ എഫിഷ്യൻസി ഉണ്ട്. ലാസ്റ്റ് പോയിന്റ്, when used as watt meter the scale is uniform. ഇനി നമ്മൾ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ വാട്ട് മീറ്റർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കെയിൽ യൂണിഫോം ആയിരിക്കും. ഇത്രയും പോയിന്റുകളാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ PMMC ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റുമായോ PMMC ഇൻസ്ട്രുമെൻറ്റുമായോ കമ്പയർ ചെയ്യുമ്പോൾ മൂവിംഗ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് കൂടുതൽ കോസ്റ്റ്ലിയാണ്. അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വില മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ വിലയേക്കാൾ കൂടുതലാണ്. സെക്കൻഡ് പോയിന്റ്, when used as voltmeter or ammeter the scale will not be uniform. നമ്മൾ ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെ വോൾട്ട്മീറ്ററോ അമീറ്ററോ ആയി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയില് നോൺ യൂണിഫോം ആയിരിക്കും. തേർഡ് പോയിന്റ്, ഇറ്റ് ഹാസ് ലോ ടോർക്ക് വെയ്റ്റ് റേഷ്യോ, ആസ് സച്ച് ഹാസ് ലോ സെൻസിറ്റിവിറ്റി. ഈ ഇൻസ്ട്രുമെൻറ്റിന് ലോ സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോർക്ക് വെയ്റ്റ് റേഷ്യോയും കുറവായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, സെൻസിറ്റീവ് ഫോർ ഓവർലോഡ്സ് ആൻഡ് മെക്കാനിക്കൽ ഇമ്പാക്റ്റ്, ഹെൻസ് കെയർഫുൾ ഹാൻഡ്ലിംഗ് ഈസ് നെസസറി. ഓവർലോഡിനെയും മെക്കാനിക്കൽ ഇമ്പാക്റ്റിനെയും ഒക്കെ ഇത് വളരെ സെൻസിറ്റീവാണ്. ഈ കേസുകളിലൊക്കെ ഇത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് കൺസ്യൂംസ് മോർ പവർ ദാൻ PMMC മീറ്റേഴ്സ്. അതായത് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ്
PMMC ഇൻസ്ട്രുമെൻ്റ് കൺസ്യൂം ചെയ്യുന്ന പവറിനേക്കാളും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. അതായത് ഒരു സർക്യൂട്ടിൽ നമ്മൾ മെഷർമെൻറ്റിനായിട്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുമ്പോൾ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവർ കൺസംഷൻ PMMC ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവർ കൺസംഷനേക്കാൾ കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തതായിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ പവർ കൺസംഷൻ അളക്കാനായി ഉപയോഗിക്കുന്ന വാട്ട് മീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ട്രൂ പവർ കൺസംഷൻ എത്രയാണെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ കഴിയും. അതായത് വാട്ട് മീറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ട്രൂ പവർ മെഷർ ചെയ്യാൻ ആവശ്യമായ ഇൻസ്ട്രുമെൻ്റ് ആണ്. വാട്ട് മീറ്റേഴ്സിനെ പ്രധാനമായും 2 തരമായാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററും രണ്ടാമത്തേത് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ. അതായത് നമുക്ക് 2 ടൈപ്പിലുള്ള വാട്ട് മീറ്റർ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്റർ. അപ്പോൾ ആദ്യമായി നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ എന്താണെന്ന് നോക്കാം. AC സർക്യൂട്ടിലായാലും DC സർക്യൂട്ടിലായാലും പവർ അളക്കാനായി ഉപയോഗിക്കാൻ കഴിയുന്ന വാട്ട് മീറ്ററാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. അതായത് AC സർക്യൂട്ടിലെയും DC സർക്യൂട്ടിലെയും പവർ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. അപ്പോൾ ഇതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ പ്രത്യേകത. അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് AC സർക്യൂട്ടിലെ പവർ മെഷർ ചെയ്യാം, അതോടൊപ്പം തന്നെ DC സർക്യൂട്ടിലെ പവറും നമുക്ക് മെഷർ ചെയ്യാം. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് തുല്യമാണ്. അതായത് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് വാട്ട് മീറ്ററിന് 4 ടെർമിനൽസ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. വാട്ട് മീറ്ററിൽ ഫിക്സഡ് കോയിൽ കറണ്ട് കോയിലായും മൂവിങ് കോയിൽ പ്രഷർ കോയിൽ ആയുമാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഡൈനാമോമീറ്റർ ടൈപ്പിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ നമുക്കറിയാം ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൽ ഫിക്സഡ് കോയിലും കറണ്ട് കോയിലും ഉണ്ട്. അപ്പോൾ ഫിക്സഡ് കോയിലിന് 2 എൻഡുകളുണ്ടാവും, കറണ്ട് കോയിലിന് 2 എൻഡുകളുണ്ടാവും. അപ്പോൾ ടോട്ടൽ 4 ടെർമിനൽസ് നമുക്ക് കാണാൻ പറ്റും. ഫിക്സഡ് കോയിലിൻ്റെ 2 ടെർമിനലും മൂവിങ് കോയിലിൻ്റെ 2 ടെർമിനലും. ഇനി ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ വാട്ട് മീറ്റർ ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഫിക്സഡ് കോയിൽ കറണ്ട് കോയിലായും മൂവിങ് കോയിൽ പ്രഷർ കോയിലായിട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറണ്ട് കോയിലിൻ്റെ പ്രത്യേകത ചുറ്റുകളുടെ എണ്ണം കുറവും തിക്ക് വയർ ഉപയോഗിച്ചുമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് കോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പ്രഷർ കോയിലിൻ്റെ പ്രത്യേകത ചുറ്റുകളുടെ എണ്ണം കൂടുതലും വണ്ണം കുറഞ്ഞ വയറുമായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ചിത്രത്തിൽ കാണിച്ച പോലെ പ്രഷർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട് മൾട്ടിപ്ലയർ റെസിസ്റ്റർ കോയിലിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. സാധാരണയായി വാട്ട് മീറ്ററിൻ്റെ ടെർമിനൽ മാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുക കറണ്ട് കോയിലിൻ്റെ ടെർമിനൽസ് M എന്നും L എന്നും പ്രഷർ കോയിലിൻ്റെ ടെർമിനൽസ് V1 V2 എന്ന രീതിയിലുമാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളൊരു വാട്ട് മീറ്റർ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 4 ടെർമിനൽസ് കാണാൻ പറ്റും. കറണ്ട് കോയിലിൻ്റെ 2 ടെർമിനൽസ്, പ്രഷർ കോയിലിൻ്റെ 2 ടെർമിനൽസ്. കറണ്ട് കോയിലിൻ്റെ ടെർമിനൽസ് ML, പ്രഷർ കോയിലിൻ്റെ ടെർമിനൽസ് V1 V2. എന്നാൽ വാട്ട് മീറ്ററിൽ സാധാരണ ഇത് കാണുന്നത് CV എന്ന രീതിയിലാണ്. C ഫോർ കോമൺ, V ഫോർ വോൾട്ടേജ് റേറ്റിംഗ്. ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ മൂവിങ് കോയിൽ ഉണ്ടാവുന്ന ടോർക്ക് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം വാട്ട് മീറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കോയിൽ ലോഡിന് സീരീസായും
പ്രഷർ കോയിൽ സപ്ലൈക്ക് പാരലലുമായാണ് നമ്മൾ കണക്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ കറണ്ട് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ലോഡ് കറണ്ടും മൂവിങ് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വോൾട്ടേജിന് ആനുപാതികമായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വാട്ട് മീറ്ററിൽ IF means current flowing through fixed coil is proportional to IL and IM, that is current flowing through moving coil, is proportional to voltage ആയിരിക്കും. ഇനി നമുക്കറിയാം ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD പ്രൊപ്പോർഷണൽ ടു IF ആൻഡ് IM ആണെന്ന്. അപ്പോൾ നമുക്ക് പറയാം ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിലെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പവറിന് ആനുപാതികമായിരിക്കുമെന്ന്. ഇത്തരത്തിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പവറിന് ആനുപാതികമായതിനാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ യൂണിഫോം ആയിരിക്കുകയും ചെയ്യും. അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ സ്കെയിൽ യൂണിഫോം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ച് അടുത്ത പ്രസൻറ്റേഷനിൽ നമുക്ക് പഠിക്കാം. ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ഈ പ്രസൻറ്റേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ കാണുന്നവരെല്ലാം ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ബൈ.